സോ ലെഫ്റ്റ് ജോയിൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ടേബിളിലെ മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കും. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ടേബിളിലെ മാച്ച്ഡ് റെക്കോർഡ്സും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ടേബിളായിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഇതിൻ്റെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ മനസ്സിലാവും. ടേബിൾ 1 നമുക്ക് മുഴുവനും ലഭിക്കും. അതുപോലെ ടേബിൾ 2ഉം ടേബിൾ 1ലും കോമൺ ആയിട്ടുള്ള ഫീൽഡ്, അതാണ് ഈ കാണുന്ന ഇൻ്റർസെക്ഷൻ, കോമൺ ആയിട്ടുള്ള ഫീൽഡ്, കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ ടേബിൾ 1 ഈ കൺട്രി എന്ന് പറയുന്ന ടേബിൾ, ടേബിൾ 2 ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിൾ. സോ നമ്മൾ ലെഫ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിളും ഇതുപോലെ ലഭിക്കും. അതുപോലെ റൈറ്റ് സൈഡിലെ ടേബിളാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിലെ ടേബിളിലെ 3 റെക്കോർഡാണ് നമുക്ക് മാച്ച് ആവുന്നത്. ആ 3 റെക്കോർഡ് ഇതുപോലെ മാച്ച് ആവുന്ന റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മാച്ച് ആവാത്ത റെക്കോർഡിൻ്റെ അവിടെ നമുക്ക് നൾ എന്ന് പറയുന്ന വാല്യൂ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെറിയ 2 ടേബിളുമായി ഈ ഉദാഹരണം ചെയ്യുന്നത്. സോ നമുക്ക് ഇതൊന്ന് നമ്മുടെ MySQL നമുക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ലെഫ്റ്റ് ജോയിനിൻ്റെ സിൻറ്റാക്സ് ഒന്ന് നോക്കാം. സോ സെലക്ട് സ്റ്റാർ, എല്ലാ ഫീൽഡും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫ്രം കൊടുത്ത ശേഷം നമ്മൾ ടേബിൾ 1 സെലക്ട് ചെയ്യുക കൺട്രി. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് ജോയിൻ എന്ന് കൊടുക്കുക. സോ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് നമുക്ക് കൊടുക്കാം. സോ അത് ഔട്ടർ എന്ന് കൊടുക്കുന്നത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സെയിം റിസൾട്ട് ലഭിക്കും. സോ ലെഫ്റ്റ് ജോയിൻ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ടേബിൾ നെയിം ക്യാപിറ്റൽ കൊടുക്കുന്നു. അതിനുശേഷം ഏത് ബേസിസിലാണോ നമ്മളിത് കണക്ട് ചെയ്യുന്നത്, സോ കൺട്രി എന്ന് പറയുന്ന ടേബിളിലെ കൺട്രി കോഡ്, അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളിലെ കൺട്രി കോഡ്. സോ ഈ ഒരു ബേസിസിലാണ് നമ്മൾ നമ്മുടെ ടേബിൾ കണക്ട് ചെയ്യുന്നത്. ശേഷം ഞാനിവിടെ സെമിക്കോളൻ കൊടുക്കുന്നു. ശേഷം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിളും ലഭിക്കും, റെക്കോർഡ്സും ലഭിക്കും. അതുപോലെ റൈറ്റ് സൈഡിലെ ടേബിൾ നമുക്ക് മാച്ച് ആയിട്ടുള്ള റെക്കോർഡ്സ്, ലെഫ്റ്റ് സൈഡിലെ ടേബിളുമായി മാച്ച് ആയിട്ടുള്ള റെക്കോർഡ്സും ഇതുപോലെ ലഭിക്കും. മാച്ച് ആവാത്ത റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നൾ എന്ന് പറയുന്ന വാല്യൂസ് ലഭിക്കും. സോ ഈ രീതിയിലാണ് ലെഫ്റ്റ് ജോയിൻ പ്രവർത്തിക്കുന്നത്.